തനേഷ്, ഇത് മറ്റേതെങ്കിലും ഒരു വകുപ്പ് കേന്ദ്രവുമായി അടിയറ പറയുന്നത് നല്ല പ്രശ്നം. ഇത് ഉണ്ടാവുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഉണ്ടായത് മാരകമായൊരു പോളിസി ഷിഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി ഇത് RSS അജണ്ടയാണെന്ന് തോളോട് തോൾ ചേർന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് CPM. അതിൽ നിന്ന് ഒരു വ്യക്തതയും കൊടുക്കാതെ ആരെയും അറിയിക്കാതെ പോയി ഒപ്പിട്ടു. അതിൽ CPIയെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ അവഗണന ഏത് രീതിയിൽ അതുണ്ടാക്കുന്ന മുറിവ് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് CPIയുടെ ആലോചന. തനേഷ്, മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്കെത്തുമ്പോൾ CPIയുടെ പക്കൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെക്കാനുള്ള ഫോർമുലയുണ്ടോ? ഈ പറഞ്ഞ NEP-യിൽ നിന്ന് PMC-യിൽ നിന്ന് പൂർണ്ണമായി പിൻവലിയുക എന്നതല്ലാതെ അത് നടക്കില്ലല്ലോ തനേഷ്. ഹാഷ്മി, ഇതിൽ പിൻവലിയുക, അതായത് ഈ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച്, മറ്റൊരു സാധ്യതയെക്കുറിച്ച് CPI ആലോചിക്കുന്നത് പോലുമില്ല. കാരണം ഇത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടില്ല. CPIയുടെ മന്ത്രിമാർ അറിയാതെയാണ് ഇത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുള്ളത്. LDF-ൽ ചർച്ച ചെയ്തിട്ടില്ല. ഇത് രാഷ്ട്രീയമായി തന്നെ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടിയായി നിൽക്കുമ്പോൾ എങ്ങനെ PMC പദ്ധതിയിൽ ഒപ്പിടാൻ കഴിയും എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ കേരളം എങ്ങനെ ഈ ഒരു അജണ്ടയിൽ കുരുങ്ങുന്നു എന്നുള്ളതാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടനാ പ്രശ്നമോ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാത്തതിന്റെ സാങ്കേതിക പ്രശ്നമോ അല്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ CPI കാണുന്നത്. പ്രത്യേകിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ദേശീയ തലത്തിൽ തന്നെ ഇടതുപാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കേരളം എല്ലാത്തിനും ബദൽ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഈ ഒരു PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് CPIയുടെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി തൃപ്തികരമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഇത് ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് രാവിലെ ചേർന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സമവായ സാധ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുകയാണ്. എന്തായാലും PMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അത് CPIക്കും അറിയാം. പക്ഷേ CPI മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ, ആശങ്കകൾ അത് പരിഹരിച്ച് മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ നീക്കങ്ങൾക്ക് CPIയെ പ്രേരിപ്പിക്കും. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മന്ത്രിമാരെ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് ഔദ്യോഗികമായ നിലയിലുള്ള ഒരു ചർച്ചയായിരുന്നില്ല. അതേസമയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുകയും ചെയ്തിരുന്നു. അതിന് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള അംഗീകാരം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകണം. മുമ്പ് പല പ്രശ്നങ്ങളിലും CPIയും CPIM-ഉം തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ADGP MR അജിത്കുമാറിൻ്റെത് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇരു കൂട്ടരും പിന്നീട് പറഞ്ഞ് പരിഹരിക്കുകയോ അല്ലെങ്കിൽ ആ അസ്വസ്ഥത നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മറന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കൃത്യമായി ഈ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം, ഇത് ഞങ്ങൾ അറിയാതെ എടുത്തിട്ടുള്ളതാണ്, ഇത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല, ഞങ്ങളുടെ മന്ത്രിമാർ അറിഞ്ഞിട്ടുള്ളതല്ല എന്ന കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്നു. അതിനുമപ്പുറത്ത് ദേശീയ വിദ്യാഭ്യാസ നയം അതിനെ അംഗീകരിക്കുന്നുണ്ടോ കേരളം എന്നുള്ള ചോദ്യവും CPI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ദേശീയ വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനം കുറച്ചുകൂടി വലുതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു ഊരാക്കുടുക്കിലേക്ക് LDF എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. സങ്കീർണമാവുകയാണ് ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ ഒരു പ്രശ്നം. ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? എന്ത് ഫോർമുലയാണ് CPIM-ന്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ്. ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, അതിൽ CPIക്ക് പ്രാതിനിധ്യം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതൊക്കെ എത്രത്തോളം CPIക്ക് സ്വീകാര്യമാകും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് LDF. കലുഷിതമായ ഒരു സാഹചര്യം. അത് ഏത് വിധേനയും മറികടക്കുക. നമുക്കറിയാം, ഇന്ന് 5:30-ക്കാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒക്കെ ഒന്നിച്ച് ഒരു വേദിയിൽ പങ്കെടുക്കേണ്ടതാണ്. അതിനു മുമ്പ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാലുഷ്യം ആ ചടങ്ങിനെ തന്നെ ഒരുപക്ഷെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ശ്രദ്ധാകേന്ദ്രമാവുക ആ ഒരു വിഷയമായിരിക്കില്ല, മറിച്ച് അതിനുമപ്പുറത്തേക്ക് ഈ ഒരു കാലുഷ്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് പരിഹരിക്കുക എന്നുള്ളത് രണ്ട് കൂട്ടരുടെയും ഒരു അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അത് എങ്ങനെ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.